ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ നയന കൃഷ്ണന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ആദർശവും മറ്റുള്ളവരും കൂടി കാനനപാതയിലൂടെ മല ചവിട്ടുവാണ്. അങ്ങനെ അവർ മല ചവിട്ടി പോകുന്നു. ഈ സമയത്ത് പിന്നെ നയന അമ്പലത്തിലേക്ക് പോകാനായിട്ട് വന്ന് റെഡിയാകാൻ തുടങ്ങുമ്പോഴത്തേക്കും അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു. മോളെ, അമ്പലത്തിൽ പോകുന്നൊക്കെ കൊള്ളാം, പടി ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണമെന്നും പറഞ്ഞു. ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛാന്ന് നയന എന്തായാലും പറഞ്ഞു. പെട്ടെന്ന് ആ കനകവും നന്ദുവും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അവർ വന്നിട്ട് ആദർശമോൻ അയ്യപ്പ ദർശനം കഴിഞ്ഞു വരുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നാണ് മോൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പറഞ്ഞതെന്ന് കനകവും അങ്ങനെ പറയുക. അത് കേട്ടപ്പോൾ നയനയ്ക്കൊരു സന്തോഷം. ചേച്ചിയും അങ്ങനെ തന്നെയാണല്ലോ പറയുന്നതെന്ന് നന്ദുവും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിലും ഇപ്പം തെറ്റിദ്ധാരണ മൂലം ഇടഞ്ഞു നിൽക്കുന്നവർക്കൊന്ന് വഴിക്ക് വന്നാൽ മതിയായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞു. അതിനുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല അച്ഛാന്ന് നയന എന്തായാലും പറയാം. പിന്നെ അമ്മയുടെ മനസ്സ് മാറുന്നത് വരെ അങ്ങോട്ട് പോണോ വേണ്ടോ എന്നാ ഞാൻ ആലോചിക്കുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ മോളെ നമ്മൾ തീരുമാനിച്ചതെന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു. ആദർശേട്ടൻ്റെ അമ്മ അങ്ങോട്ട് ചെല്ലാൻ പറയുകയാണെങ്കിൽ മാത്രം എൻ്റെ മോൾ അങ്ങോട്ടേക്ക് പോയാൽ മതി. എന്തായാലും ആദർശ എടുത്തു തന്ന വീടാ ഇത്. ഇവിടേക്ക് മോളെ കാണണമെന്ന് തോന്നുമ്പോൾ ആദർശന് എപ്പോൾ വേണമെങ്കിലും വരാവല്ലോ, ആരോടും ഒന്നും ചോദിക്കാതെ തന്നെ അവന് വരാവല്ലോ എന്ന് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു. അത് മതി ചേച്ചി, അതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി ചേച്ചിയെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉപദ്രവിക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ചേച്ചി പോവണ്ടെന്ന് നന്ദുവും പറയുക. അപ്പം അത് കേട്ടപ്പോൾ നയനമോളെ, 7-ാം മാസം കഴിഞ്ഞാൽ നവ്യമോളും ഇങ്ങോട്ടേക്ക് വരും. സാധാരണ കല്യാണം കഴിഞ്ഞ് പോയ പെൺകുട്ടികൾ സ്വന്തം വീട്ടിൽ വന്ന് നിന്നാൽ എല്ലാവർക്കും പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പം നിങ്ങൾ രണ്ടുപേരും അടുത്ത് നിൽക്കുന്നതേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സമാധാനവും സന്തോഷമുള്ള കാര്യമാണെന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ എനിക്കും അത് അങ്ങനെ തന്നെയാണ് അമ്മേ. അവിടെ കാരണമില്ലാതെ ഓരോരോ വഴക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും അങ്ങനെയുള്ളപ്പോൾ ഇവിടെ നിൽക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് നയനയും പറയുവാണേ. അപ്പോൾ അത് കേട്ടപ്പോൾ ഇവർക്ക് മനസ്സിനൊരു സമാധാനം. എന്തായാലും ഇപ്പം ആദർശമൻ മല കയറി തുടങ്ങിയിട്ടുണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോൾ നടന്നല്ലേ പോകുന്നത് കനകെ, അതുകൊണ്ട് എത്താറായൊന്നും കാണില്ല എന്ന് പറഞ്ഞ അച്ഛൻ. ഇത്തവണത്തെ മലയ്ക്ക് പോക്ക് പോലെ ഇത്രത്തോളം ടെൻഷനോടെ ഇതുവരെ പോയിട്ടില്ലെന്ന് ആദർശേട്ടൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ അത് ശരിയായ കാര്യമാണല്ലോ നയനമോളെ. അമ്മയ്ക്കും ഭാര്യയ്ക്കും മാത്രമല്ല മുത്തശ്ശനും ഉണ്ടല്ലോ ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ. അതിനൊക്കെ പ്രതിവിധി കാണാൻ വേണ്ടിയിട്ടല്ലേ മോൻ പോയിരിക്കുന്നതെന്ന് ചോദിച്ചു. പിന്നെ അതോടൊപ്പം അമ്മയും ഭാര്യയും തമ്മിൽ സ്നേഹത്തിലാകണമെന്ന് മോൻ അതിയായ ആഗ്രഹം ഉണ്ടെന്നുള്ള കാര്യങ്ങളും ഇങ്ങനെ പറയും. അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം ആദർശമോൻ്റെ അമ്മയുടെ മനസ്സിൽ ഉണ്ടാകാതിരിക്കില്ല, 100% ഉറപ്പാണെന്ന് പറഞ്ഞു. എന്തായാലും മോൾ റെഡിയാകുക, അമ്മ ഡ്രസ്സ് മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞ് കനകം അങ്ങോട്ടേക്ക് പോയി. ഈ സമയത്താണെങ്കിൽ മോള് ഒരു കാരണവശാലും ഇനി അനിയെ കാണാനായിട്ട് ശ്രമിക്കരുതെന്ന് നമ്മുടെ ഗോവിന്ദേട്ടൻ നന്ദുവിനോട് പറയാം. അപ്പം അതിനുവേണ്ടി ഞാൻ ശ്രമിക്കുന്നില്ലല്ലോ അച്ഛാ എന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇനി അതിനുള്ളൊരു അവസരങ്ങൾ ഉണ്ടാക്കരുതെന്ന് മോള് താക്കീത് കൊടുത്തിട്ടില്ലേ എന്ന് പറഞ്ഞു. അപ്പം അനി ഇങ്ങോട്ട് വരുന്നതാണെന്ന് പറയുമ്പോൾ ഇപ്പോഴും ആ ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ മോൾക്കൊരു സ്ഥാനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അത് വളരാൻ അനുവദിച്ചുകൂടാ. അങ്ങനെ ആ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ മോള് സീരിയസ് ആയിട്ടൊരു കല്യാണത്തെ പറ്റി ആലോചിച്ചേ പറ്റുള്ളൂ എന്ന് അച്ഛൻ പറയുമ്പോൾ എന്നെ കല്യാണം നടത്താനൊന്നും അച്ഛൻ നോക്കണ്ട. വിവാഹം കഴിഞ്ഞ 2 മക്കള് ഇപ്പൊ വീട്ടിൽ വന്ന് നിൽക്കണമെന്നല്ലേ അച്ഛനും അമ്മയും പറയുന്നത്. വിവാഹം ഒരു കുരുക്കായിട്ട് അച്ഛാ ഇന്നത്തെ പെൺകുട്ടികൾ കാണുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ചു കാലം കൂടി മനസമാധാനത്തോടെ ഒന്ന് ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു അവിടെ നിന്ന് അങ്ങ് പോയി. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നയനയും അതുപോലെ കനകവും അമ്പലത്തിലെത്തി അവിടെ ചെന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഒരു ആപത്തുകളും കൂടാതെ അവർ മല ചവിട്ടി തിരിച്ചു വരണേ, നല്ല ദർശനഭാഗ്യം അവർക്ക് കൊടുക്കണേ എന്നൊക്കെ നയന ഇങ്ങനെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ കനകം അടുത്തു നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കനകം ഇങ്ങനെ നയനെ നോക്കിയപ്പോൾ അവർക്ക് നല്ല ദർശന ഭാഗ്യം ഉണ്ടാകണേന്നും ആപത്തൊന്നും കൂടാതെ മല ചവിട്ടി ഇറങ്ങി വരണേന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ആദർശേട്ടൻ മല ചവിട്ടി ഇറങ്ങി വരുമ്പോൾ അമ്മയ്ക്ക് മനസ്സിന് മാറ്റം ഉണ്ടാകണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചതെന്നൊക്കെ കനകത്തിനോട് ഇങ്ങനെ നയന പറയുമ്പോൾ ഞാനും അത് തന്നെ മോളെ പ്രാർത്ഥിച്ചതെന്ന് കനകവും പറഞ്ഞു. ഈ സമയത്ത് തിരുമേനി ഇറങ്ങി വന്ന് പ്രസാദവും കാര്യങ്ങളൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ പ്രസാദം കൊടുത്തപ്പോൾ മോൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു കനകത്തിനോടും നയനോടും നമ്മുടെ തിരുമേനി. കുറച്ച് ദിവസമായാലോ കണ്ടിട്ടും. അത് പിന്നെ മോൾക്ക് സുഖമില്ലായിരുന്നു എന്ന് പറഞ്ഞു. എന്താ അസുഖം? മോൾക്കൊരു പനിയായിരുന്നു എന്ന് പറഞ്ഞു. ഇത്രയും ദിവസം പനിയോ? അതൊന്ന് പനിയാണെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോഴത്തെ പനിയല്ലേ തിരുമേനി, അത് പിന്നെ നല്ല വിശ്രമം വേണമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. അമ്മായിമ്മയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ടെന്ന് അദ്ദേഹം അന്നേരം ചോദിച്ചു കേട്ടോ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാന്ന് നയന പറയുകയും ചെയ്തു. അയ്യോ, അന്ന് കരളിന് കുഴപ്പമായപ്പോൾ അച്ഛനും മകനും കൂടെ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥനയായിരുന്നു. മോളും ഉണ്ടായിരുന്നല്ലോ, മോളും കണ്ടതല്ലേ എന്ന് ചോദിച്ചു. എന്തായാലും അവർ രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ തിരുമേനി എൻ്റെ മോൾക്കും മരുമോനും വേണ്ടി നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണേന്ന് കനകം പറയാം. അത് കേട്ടപ്പോൾ എനിക്കറിയാം നിങ്ങളുടെ സങ്കടം എന്താണെന്ന്. മോളുടെയും കൊച്ചുമകൻ്റെയും ദാമ്പത്യം നന്നാകാൻ വേണ്ടി 2 പേരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. മൂർത്തി സാറും സാറിൻ്റെ ഭാര്യയും എന്ന കാര്യവും അദ്ദേഹം പറയാം. അവർ വേണ്ടുന്ന പൂജകളും വഴിപാടുകളും ഒക്കെ ചെയ്യുന്നുണ്ട്. മോളെ ഒത്തിരി ഇഷ്ടമാണ് അവർക്ക് 2 ആൾക്കും എന്നും അദ്ദേഹം ഇങ്ങനെ പറയുക കേട്ടോ.
വീട്ടിലേക്ക് കടന്നു വന്ന ഭാഗ്യമാണ് മോളെന്നുള്ള കാര്യം എപ്പോഴും മൂർത്തി സാറ് പറയാറുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നേ അങ്ങനെയൊക്കെ കേൾക്കാൻ വലിയ പ്രയാസമുള്ള കാര്യമാണ്. ആൾക്കാരെ അരിച്ചു കുണിച്ച് തരം തിരിക്കുന്ന ഒരാളാണ് മൂർത്തി സാറ്. ആ സാറിൻ്റെ കയ്യിൽ നിന്ന് മോൾക്ക് തന്നിരിക്കുന്ന 100-ൽ 100 മാർക്കാണെന്നും എല്ലാം നന്നായി വരുമെന്നും പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ അവരെ പറഞ്ഞു വിടാൻ നോക്കുമ്പോഴത്തേക്കും ദേ വരുന്നു. അവർ തൊഴുതിങ്ങ് ഇറങ്ങിയതും ജലജയും ദേവയാനിയും കൂടെ തൊഴാനായിട്ട് അമ്പലത്തിലേക്ക്. അപ്പോൾ ഈ കനകമാണെങ്കിൽ നയനെ പിടിച്ചിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്കും ജലജ, ഏട്ടത്തി ദേ നോക്കിക്കേ, നമ്മൾ ആരെ കാണരുതെന്ന് ആഗ്രഹിച്ചു അവർ തന്നെ കൺമുന്നിൽ വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞു. അവൾക്ക് എന്താ പറ്റിയത്? അവളെ പിടിച്ചോണ്ടാണല്ലോ അവളുടെ അമ്മ നടക്കുന്നേ എന്ന് ദേവയാനി ചോദിച്ചു. കുറേ നാളായിട്ട് വീട്ടിൽ പോയി നിൽക്കുമല്ലായിരുന്നോ, ഇനി വിശേഷം എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും അറിയത്തില്ലല്ലോ എന്ന് ജലജ. അങ്ങനെ ഉണ്ടെങ്കിലേ കൊച്ചിൻ്റെ അമ്മ അവളായിരിക്കും, അച്ഛൻ നമ്മുടെ ആദർശ് ആയിരിക്കത്തില്ലെന്ന് പറഞ്ഞു. ഈ അമ്പലത്തിൽ വന്നിട്ട് നീ എന്തൊക്കെയാ ഈ പറയുന്നേ? നീ ഇങ്ങ് ഇറങ്ങിക്കേ ജലജെ, ഇറങ്ങുക എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി ജലജയെ പിടിച്ചിറക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടുപേരും കൂടെ പതുക്കെ ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വരുമ്പോഴത്തേക്കും കനകം നയനയെ പിടിച്ചിങ്ങനെ നടത്തിക്കൊണ്ട് വരുന്ന സമയത്ത് നയന ഇവരെ കണ്ടു. പെട്ടെന്ന് നയന ഇവരെ കണ്ടപ്പോഴത്തേക്കും അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. ജലജയും ഇവരെ തന്നെ നോക്കിക്കൊണ്ടാണ് വരുന്നത്. ആ സമയത്ത് ദേ ആദർശമോൻ്റെ അമ്മയല്ലേ വരുന്നേ എന്ന് കനകം നേരം പറഞ്ഞു. ദേവയാനിക്ക് നടക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ആദർശേട്ടനും അച്ഛനും ഒക്കെ മലയ്ക്ക് പോയതല്ലേ, അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതായിരിക്കും നമ്മളെപ്പോലെ തന്നെ എന്ന് പറഞ്ഞു നയന. എന്നാലും തൊഴുതിറങ്ങിയപ്പോൾ തന്നെ അവരെ കാണാൻ പറ്റിയല്ലോ മോളെ എന്ന് പറഞ്ഞു. മോള് വാ എന്ന് പറഞ്ഞ് ഇങ്ങനെ കനകം പിടിക്കുമ്പോൾ അയ്യോ അമ്മ എന്നെ പിടിക്കില്ല വീട്, എന്നെ പിടിച്ചിരിക്കുന്നത് കണ്ടാലേ അവർക്ക് സംശയം തോന്നുന്നു എന്ന് പറയുമ്പോൾ കനകം ആ ശരിയാണെന്നോ കൈ വേഗം വെടിയിപ്പിച്ചു. എന്നിട്ട് ഇവരെ കണ്ടപ്പോൾ പേടിച്ചിട്ട് പാവങ്ങൾ സൈഡ് മാറി ഇങ്ങനെ ഒതുങ്ങി പോകുന്നു. അതിനെയാണെങ്കിൽ ഓരോ കാലം പതുക്കെ എടുത്ത് വെച്ചാൽ പോണേ. ആ സമയത്ത് ദേവയാനി ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവൾക്ക് എന്താ പറ്റിയേ, ഇവളെ എന്തിനാ പിടിച്ചു നടത്തുന്നേ എന്ന് ദേവയാനി കനകത്തിനോട് ചോദിച്ചു. ഇവൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നെ പോലെ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ മോൾക്കേ പനിയായിരുന്നു, അതിൻ്റെ ഒരു ക്ഷീണം അല്ല മോളെ എന്ന് കനകം ചോദിച്ചപ്പോൾ എന്ന് നയനയും പറഞ്ഞ്. ഈ സമയത്ത് നമ്മുടെ കനകം പറഞ്ഞു ആദർശമോനും അച്ഛനും മറ്റുള്ളവരും ഒക്കെ മലയ്ക്ക് പോയിരിക്കല്ലേ, അതുകൊണ്ട് ഇന്ന് ക്ഷേത്രത്തിൽ വരണമെന്ന് മോൾക്കും വലിയ നിർബന്ധം, അതാ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറഞ്ഞു. ഇവൾക്ക് തലചുറ്റലോ വൊമിറ്റിങ്ങോ വല്ലതും ഉണ്ടോ എന്ന് ജലജ നേരം ചോദിച്ചു. ഇല്ല അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് കനകം. അങ്ങനെ ഉണ്ടായാലും അത്ഭുതമൊന്നും ഇല്ല, സ്വന്തം വീട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായല്ലോ എന്ന് ജലജ. അത് കേട്ടപ്പോഴത്തേക്കും കനകത്തിന് കാര്യം മനസ്സിലായി. ഇതേ അമ്പലമുറ്റത്ത് വെച്ചാൽ പറയുന്നില്ലെന്ന് കനകം അന്നേരം പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മോള് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങ് പോകുമ്പോൾ അവൾക്ക് കുറച്ച് ദിവസമായിട്ട് വയ്യെന്ന് പറയുന്നുണ്ടല്ലോ. ഇടയ്ക്ക് ആദർശ് അവളുമായിട്ട് ഹോസ്പിറ്റലൊക്കെ പോവുകയും ചെയ്തായിരുന്നല്ലോ, എന്തോ കാര്യമായ കുഴപ്പമുണ്ട് ഏട്ടത്തി എന്ന് ജലജ ഈ ദേവയാനിയോട് പറയാം. ഏട്ടത്തി വരാൻ പറഞ്ഞു. ഏട്ടത്തെ പിടിച്ചുകൊണ്ട് ജലജ അങ്ങ് പോണു. ഈ സമയത്ത് ദേവയാനി തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് പോകുന്നത്. എന്തൊക്കെയോ ദേവയാനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അനാമിക്ക് അവിടെ ഇരുന്ന് നന്ദു കഴുത്തിന് പിടിച്ചതും ചവിട്ടിയതും തൊഴിച്ചതും ഒക്കെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ രേവതി ഇറങ്ങി വരുന്നത്. രാവിലെ നീ അനിയെ വിളിച്ചോ, അവരെവിടെ എത്തിയെന്ന് അറിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. അപ്പം അമ്മയ്ക്ക് എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ എന്ന് മകൾ അമ്മയോട് ചോദിക്കുക. ഏതു നേരവും അവളെ സപ്പോർട്ട് ചെയ്യുന്ന അവനെ ഞാൻ എന്തിനാണ് വിളിക്കുന്നതെന്ന് മകൾ ചോദിക്കുന്നു. പിന്നെ വേണമെങ്കിൽ അഭിയേട്ടനെ ഒന്ന് വിളിക്കാം, എന്നാലും അവനെ ഞാൻ വിളിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ എന്നാൽ അഭിയെ വിളിച്ച് എവിടെ എത്തിയെന്ന് ചോദിക്കാൻ പറഞ്ഞു അമ്മ മോളോട്. നമ്മളൊന്നും അന്വേഷിച്ചില്ല എന്ന് പറയുന്നത് മോശമായ കാര്യമാണെന്നും പറഞ്ഞു. അങ്ങനെ ഫോൺ എടുത്ത് കുത്തി വിളിക്കുക. പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ്, പരിധിക്ക് പുറത്ത് കിട്ടുന്നില്ല. അപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എത്ര വൈരാഗ്യം ഉണ്ടെങ്കിലും നമ്മൾ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ അവരെ വിളിക്കണം, എങ്കിൽ നിനക്കുള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടെന്ന് അവർക്ക് തോന്നത്തുള്ളൂ എന്നും ഇനിയിപ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ അവൻ്റെ മുത്തച്ഛനും മുത്തശ്ശിയും ചോദിക്കുന്നത് നീ വിളിച്ചോ എന്നുള്ളതായിരിക്കും എന്ന് പറഞ്ഞു നമ്മുടെ രേവതി. ഞാൻ വിളിച്ചില്ല എന്ന് അറിയുമ്പോഴായിരിക്കും അവർക്കൊക്കെ ടെൻഷൻ എന്നത് ഈ പെണ്ണ് പറയുക. ഒരു കാര്യം എന്തായാലും എനിക്ക് മനസ്സിലായിട്ടുണ്ടമേ, അനന്തപുരിയിൽ വിവാഹം കഴിഞ്ഞ് വന്ന ആരും ഇതുവരെ ഡിവോഴ്സ് ആയിട്ടില്ല. അത് ഇടയ്ക്കിടയ്ക്ക് കിളവനും കളവിയും പറയാറുമുണ്ട്. പിന്നെ അതവർ വലിയ അഭിമാനമായിട്ടൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പൊട്ടിത്തെറി നടന്നാൽ അത് പുറം ലോകം അറിയാതിരിക്കാൻ അവർ പരമാവധി നോക്കുമെന്നും പറഞ്ഞു. അപ്പം അത് മോള് പറഞ്ഞത് ശരിയാണല്ലോ. അതുകൊണ്ടാണല്ലോ ദേവയാനി ചേച്ചിയുടെ ഉള്ളിൽ വിഷം ചെന്നിട്ടും അവർ കേസൊന്നും കൊടുക്കാതിരുന്നതെന്ന് ദേവയാനി പറ്റി പറയാം. അത്തരം അവസരങ്ങളെ നമ്മൾ മുതലെടുക്കാമേ വേണ്ടത്. പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും അത് പൊതുജനം ചർച്ച ചെയ്യുകയും ചെയ്താൽ അവർക്കാണ് നാണക്കേട്. അനന്തപുരിയിലെ ഇളയ മരുമകൾ പീഡനം അനുഭവിക്കുന്നു എന്ന തലക്കെട്ടോടെ ഓരോ വാർത്തയൊക്കെ വന്നാലേ എന്ത് കോംപ്രമൈസിനും മൂർത്തി സാറും കുടുംബവും തയ്യാറാകുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞപ്പം അങ്ങനെയൊന്നും പറയേണ്ട മോളെ, നാണക്കേട് ഒരുപാടായി കഴിയുമ്പോഴേ അവർക്കും അത് പിന്നെ പ്രശ്നമല്ലാതായി മാറുമെന്ന് പറഞ്ഞു. സോഷ്യൽ മീഡിയ വളരെ താല്പര്യത്തോടെ കാണുന്ന ഒരു വിഷയമാണ് മൂർത്തി സാറിൻ്റെ കുടുംബത്തിലുണ്ടാകുന്ന സംഭവങ്ങൾ. അന്ന്
അവിടെ നടന്ന വിവാഹങ്ങളും അതുപോലെ നയന വരച്ച ഡിസൈൻസും ഒക്കെ നമ്മളെല്ലാവരും ഓൺലൈൻ ചാനലുകളിൽ കണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കാം മകള്. ഒരു ചെറിയ സംഭവം പോലും അങ്ങനെ പരക്കെ ചർച്ച ചെയ്യുമ്പോൾ ആ കുടുംബത്തിലെ മരുമകൾ പീഡനം അനുഭവിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ വാർത്തയാവത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതിലേക്കൊക്കെ കടക്കുന്നത് അവസാനം മതി മോളെ. പിന്നെ നമുക്കിപ്പോൾ വേണ്ടുന്നത് ആ കുടുംബത്തിന്റെ സ്വത്തിന്റെ ഒരു ഭാഗമാണെന്ന് രേവതി പറഞ്ഞു കൊടുക്കുക. പിന്നെ ഉണ്ടല്ലോ അതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ബന്ധം പിരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല മോളെ. പിന്നെ മോൾക്കൊരു കുഞ്ഞും കൂടെ ജനിച്ചാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് മോള് പരമാവധി അവനൊന്ന് സ്നേഹിക്കാൻ നോക്കാൻ പറഞ്ഞപ്പോൾ അതൊഴിച്ച് എന്തും നടക്കും. കാരണം അവൻ എന്നോടല്ല സ്നേഹം, അവളോടാ. അവൻ മല ചവിട്ടുന്നത് തന്നെ ഞാൻ അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പ്രാർത്ഥിക്കാനാ. അതോടൊപ്പം അവൾ അവന്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് പറയാനുമാണെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അനാമിക അങ്ങ് പോയി. രേവതി തലയ്ക്ക് കൈയും കൊടുത്ത് അവിടെ നിൽക്കുക. പിന്നെ കാണിക്കുന്നത് ജലജയും ദേവയാനിയും പ്രാർത്ഥിച്ചിങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് തിരുമേനി അങ്ങോട്ടേക്ക് വന്നു പ്രസാദം കൊടുത്തു രണ്ടുപേർക്കും. അപ്പൊ മരുമകളും അമ്മയും വന്നിരുന്നു. നിങ്ങൾ കണ്ടിരുന്നില്ലേ എന്ന് ചോദിച്ചു കേട്ടോ. കണ്ടിരുന്നു എന്ന് പറഞ്ഞു. അവൾക്ക് എന്തോ അവശതയുണ്ടല്ലോ എന്ന് ദേവയാനി പറയുമ്പോ അതിനെപ്പറ്റി അമ്മായിമ്മയോട് മരുമകളൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. കുറച്ച് ദിവസം അവളുടെ വീട്ടില, അതുകൊണ്ട് ഒന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ ഒന്ന് പോയി ചോദിച്ചുകൂടായിരുന്നു എന്ന് ചോദിച്ചു കേട്ടോ നമ്മുടെ തിരുമേനി ഇവരോട്. എന്തായാലും മൂർത്തി സാറും അനന്തപുരിയിലെ അമ്മയും ഇവിടെ വരുമ്പോഴൊക്കെ വഴിപാടുകൾ നടത്തുന്നത് നയനമോൾക്കും പിന്നെ ദേവയാനിക്കും വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. രണ്ടുപേരുടെയും പേരിൽ മൃത്യുഞ്ജയാർച്ചനയൊക്കെയാണ് നടത്തുന്നത്. ഇടയ്ക്ക് മൃത്യുഞ്ജയ ഹോമമൊക്കെ നടത്താറുണ്ടെന്ന് പറഞ്ഞു. ഏട്ടത്തിയുടെ പേരിൽ അങ്ങനെ ഒരു പൂജയൊക്കെ നടത്തുന്നതിൽ അത്ഭുതമൊന്നുമില്ല. ഏട്ടത്തി ഇപ്പോൾ മരിച്ചു ജീവിച്ച ആളല്ലേ, പക്ഷെ അവളുടെ പേരിൽ എന്തിനാ നടത്തുന്നത് എന്ന് ചോദിച്ചു. അതെ, അവൾക്ക് എന്തെങ്കിലും മാറാരോഗം വല്ലതും കാണും ഏട്ടത്തി, അത് മറച്ചു വെച്ചിട്ടായിരിക്കും കല്യാണം നടത്തിയതെന്നൊക്കെ ജലജ പറയുക കേട്ടോ. ചിലപ്പോൾ ആദർശനും അച്ഛനും അമ്മയ്ക്കും ഒക്കെ അത് അറിയാമായിരിക്കും. അറിയാതെ പോയത് നമ്മൾ മാത്രമായിരിക്കും എന്ന് ജലജ ഇങ്ങനെ ദേവയാനിയോട് പറയുന്നു. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞ് അവിടുന്ന് തിരുമേനി അകത്തേക്ക് കയറി പോവുകയും ചെയ്തിരുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ അവിടെ കാനനപാതയിലൂടെ അവർ നടന്നു വരുന്ന സമയത്ത് നമ്മുടെ ആദർശിന്റെ ഫോണിലേക്ക് നയന വിളിക്കുക. എന്നിട്ട് എവിടെ എത്തിയെന്നൊക്കെ ചോദിച്ചു. ദർശനം നടത്തിയോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്കും ദർശനം നടത്തി ഇറങ്ങാൻ പറ്റുമെന്നാണ് കരുതുന്നത് പിന്നൊക്കെ എന്തെങ്കിലും നമ്മുടെ ആദർശം പറഞ്ഞു. പിന്നെ രാവിലെ അമ്പലത്തിൽ പോയിരുന്നു, അവിടെ വെച്ച് അമ്മയെ കണ്ടു എന്ന് പറഞ്ഞു. അമ്മ അമ്പലത്തിൽ വന്നു എന്ന് ചോദിച്ചു. ഭർത്താവും മകനും അല്ലേ മലയ്ക്ക് പോയിരിക്കുന്നേ, അപ്പൊ പിന്നെ അമ്മയ്ക്ക് അമ്പലത്തിൽ പോകാതിരിക്കാൻ പറ്റുമെന്ന് നമ്മുടെ നയന ചോദിക്കുക. പുറത്തൊക്കെ ഇറങ്ങി ചെറുതായിട്ട് നടക്കണമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. അപ്പോഴേക്കും അമ്മ അമ്പലത്തിലേക്ക് പോയെന്ന് ആദർശ് ചോദിക്കുക. അപ്പൊ അമ്മയ്ക്ക് ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല ആദർശേട്ടാ, അപ്പച്ചിയും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നിന്നെ കണ്ടോ? ആ കണ്ടു എന്ന് പറഞ്ഞു. പിന്നെ കൂടുതലൊന്നും സംസാരിച്ചില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഏതായാലും ഞങ്ങൾ മടങ്ങി വരുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കണേന്നാ പ്രാർത്ഥനയെന്ന് പറഞ്ഞു ആദർശ്. ആർക്കും ക്ഷീണവും തളർച്ചയൊന്നും ഇല്ലല്ലോ, ഞങ്ങൾക്കാർക്കും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരുത്തൻ നടന്നു തളർന്നവരുടെ തിരുപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതാരാണെന്ന് ചോദിച്ചു. അപ്പം അത് വേറെ ആരാ, അഭിയാണെന്ന് ആദർശം പറയാം. ഒരുപാട് തവണ വ്രതം തെറ്റിച്ചു എന്ന് നവ്യ തന്നെ പറഞ്ഞു. അവൻ കാലിന് മസിൽ പിടിച്ച് കാടിനകത്തൊരു അമ്പലത്തിൽ ഇരിക്കുകയാണെന്ന കാര്യവും പറഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ മടങ്ങി പോകുമ്പോൾ വിളിക്കണം. അവൻ അവിടെ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായിട്ട് ഭഗവാനെ വിളിക്കട്ടെ. ശരിയെന്നാ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ആദർശ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഈ സമയത്ത് അച്ഛനും മകനും കൂടി ഈ കാര്യങ്ങളെല്ലാം പറയാം, അവർ അമ്പലത്തിൽ പോയതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ. നമ്മളാരും അവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് നമ്മുടെ യാത്ര സുഖമാകണമെന്ന് പ്രാർത്ഥിക്കാൻ പോയതായിരിക്കും എന്ന് പറഞ്ഞു. മോനെ, നിന്നെ അനാമിക മോൾ വിളിച്ചില്ലേ എന്ന് അനി ചോദിച്ചു. അപ്പോൾ ഇല്ല, അനിയോട് അച്ഛൻ ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. നിന്റെ ഏട്ടത്തെ വിളിച്ചു കഴിഞ്ഞു, പിന്നെ എന്താ അനാമികയ്ക്ക് ഒരു ആകാംക്ഷ ഇല്ലാത്തത് എന്ന് ജയൻ ചോദിക്കാം. അവളുടെ സ്വഭാവം അതൊക്കെയാ, അവൾക്ക് അവളുടെ കാര്യം മാത്രമേ ഉള്ളൂ വലിച്ച, അല്ലാതെ മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് അനി അന്നേരം പറയുക. പിന്നെ അങ്ങനെ സ്വാർത്ഥത ഒരുപാടുള്ളൊരു പെൺകുട്ടിയെയാണ് എല്ലാവരും കൂടെ ചേർന്ന് എനിക്ക് വേണ്ടി കണ്ടെത്തിയെന്ന് പറയുമ്പോൾ, എടാ ഞങ്ങൾ കണ്ടെത്തി എന്ന് നീ പറയരുത് കേട്ടോ എന്ന് ജയൻ അന്നേരം പറഞ്ഞേ. നീ തന്നെയാണ് നിന്റെ പെണ്ണിനെ കണ്ടെത്തിയതെന്നുള്ള കാര്യം ഇങ്ങനെ നമ്മുടെ ജയൻ പറയാം. അതെ, തുടക്കത്തിൽ നിനക്ക് അവളോട് വലിയ ഇഷ്ടമായിരുന്നു, അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ കരുതി നിങ്ങൾ തമ്മിലൊരു അടുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. എന്നാൽ കല്യാണത്തിന്റെ തലേ ദിവസം അടുപ്പമില്ല എന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞതാണല്ലോ എന്ന് അനി ഇങ്ങനെ പറയാം. അന്നേരം എടാ, അത് കല്യാണത്തിന്റെ തലേ ദിവസമാണോടാ പറയേണ്ടതെന്ന് ചോദിച്ചു. ഇനിയിപ്പോൾ ഏതായാലും നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു, നിന്റെ കുടുംബജീവിതം തകരുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല മോനെ, പ്രത്യേകിച്ച് നിന്റെ വല്യമ്മയ്ക്ക് അത് ഒട്ടും സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി അഡ്ജസ്റ്റ് ചെയ്ത് നീ മുന്നോട്ട് പോയേ പറ്റുമെന്ന് ജയൻ പറയാം. അപ്പോൾ എടാ, നവ്യം ഇതേ സ്വഭാവക്കാരി തന്നെയായിരുന്നു, ഇപ്പം മാറിയില്ലേ, അതുപോലെ അനാമികയും മാറിക്കോളൂ എന്ന് പറയുവാണ് നമ്മുടെ ആദർശ്. അതെ അതെ, വാ നമുക്ക് നടക്കാമെന്ന് പറഞ്ഞ് അവർ നടക്കുക കേട്ടോ. ഇതേ സമയത്ത് പിന്നെയാണെങ്കിലും നവ്യ ഇങ്ങനെ വഴിപാടുകളും കാര്യങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് നടക്കും, അഭിക്കൊന്നും വരാതിരിക്കാൻ വേണ്ടി. അപ്പോഴാണ് പുറത്ത് വെച്ച് ആ സ്ഥലത്ത് വെച്ച് അനാമിക എന്ന് പറയുന്ന ജന്തുവിനെ കാണുന്നത്. അനാമികയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ നിൽക്കുന്നു. അതുപോലെ തന്നെ വല്ലാത്തൊരു ഇതിലിങ്ങനെ നിൽക്കും അനാമികയെ, നവ്യയെ കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ.
ഈ സമയത്ത് നമ്മുടെ നവ്യ ഒന്നും മിണ്ടാതെ അങ്ങ് പോകുമ്പോൾ അമ്പലത്തിൽ പോയിട്ട് ദൈവത്തെ ശല്യം ചെയ്തിട്ട് വരിക അല്ലേ? നീ ക്ഷേത്രത്തിൽ പോന്ന് കണ്ടിട്ടാണ് ഞാൻ കാത്തു നിന്നത്. ഞാൻ ആ വീട് വിട്ട് പോകണം എന്നായിരിക്കും നീ പ്രാർത്ഥിച്ചതെന്ന് പറയുമ്പോൾ ദേ നീ ചെയ്ത പ്രവർത്തിക്ക് നിന്റെ കയ്യും കാലം തല്ലുപിടിക്കാ വേണ്ടതെന്ന് നവ്യ പറഞ്ഞു. നയനെ എൻ്റെ വീട്ടിൽ കയറി പിടിച്ച് തള്ളാൻ നിനക്ക് എന്ത് അധികാരം അടി ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ നിന്റെ വീട് ആദർശേട്ടൻ എടുത്തു കൊടുത്ത വീടാണെന്ന് അനാമിക, അന്യന്റെ ചെലവിലാ നിന്റെ അച്ഛനും അമ്മയും അനിയത്തിയും ഒക്കെ അവിടെ കഴിയുന്നതെന്ന് പറയുമ്പോൾ നവ്യ ഒന്നും മിണ്ടിയില്ല കേട്ടോ. ആദർശേട്ടനെ സോപ്പിട്ട് ഉള്ളതൊക്കെ വശത്താക്കുമല്ലേ നിന്റെ അനിയത്തിമാരും അച്ഛനും അമ്മയും ഒക്കെ ചെയ്യുന്നത്. സ്നേഹമുള്ള ഭർത്താക്കന്മാര് ചിലപ്പോൾ ഭാര്യമാർക്ക് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്തെന്ന് വരുമെന്ന് പറഞ്ഞപ്പോൾ എന്നിട്ടെന്താ നിനക്ക് വേണ്ടി അഭിയേട്ടനൊന്നും ചെയ്തു തരാത്തതെന്ന് അനാമിക ചോദിച്ചപ്പം അതിനുത്തരം സിമ്പിൾ അല്ലേ, അവൻ എന്നോട് സ്നേഹമില്ല, അതുപോലെ തന്നെ എനിക്കും നിന്നോട് സ്നേഹമൊന്നുമില്ലല്ലോ, ഉണ്ടോ എന്ന ആദർശേട്ടനെ അങ്ങനെയല്ല, സ്വന്തം കുടുംബത്തെയും ഭാര്യയുടെ കുടുംബത്തെയും സ്നേഹിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണമെങ്കിൽ നിഷ്പ്രയാസം അനിയുടെ സ്നേഹം പിടിച്ചു പറ്റാം. പക്ഷെ അങ്ങനെ സ്നേഹം ഇരന്ന് വാങ്ങുന്ന ഒരുത്തിയൊന്നും അല്ല ഞാൻ. അത് മറ്റൊന്നും കൊണ്ടല്ല, എന്നെ സ്നേഹിക്കാത്തവനൊപ്പം എനിക്ക് പിടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ അന്തസ്സായിട്ട് നോക്കാനറിയാം. എന്നാലേ അതല്ല നിന്റെ അവസ്ഥ. നിന്നെ അനന്തപുരം തറവാട്ടിലിട്ട് ചവിട്ടി താഴ്ത്തിയാലും നിനക്ക് അവിടെ പിടിച്ചു നിന്നേ പറ്റൂ. കാരണം അഷ്ടിക്ക് വകയില്ലാത്ത ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മകളാ നീ എന്ന് പറഞ്ഞപ്പം അഷ്ടിക്ക് വകയുള്ളവര് പിന്നെന്തിനാ ആദർശേട്ടൻ്റെ അമ്മ തന്ന സ്വർണം വിൽക്കാനായി സ്വന്തം അമ്മയുടെ കയ്യിൽ കൊടുത്തു വിട്ടത് എന്ന് നവ്യ ചോദിച്ചപ്പോഴത്തേക്കും ദേവയാനിയെ അനാമിക അന്തം വിട്ട് കണ്ണ് തള്ളി ഇങ്ങനെ നിൽക്കും. അതേ നമ്മുടെ അനാമിക കൊണ്ടുപോയി വിറ്റ സ്വർണത്തിൻ്റെ കള്ളക്കളി പൊളിഞ്ഞു മക്കളെ, പൊളിഞ്ഞു. അവിടെ അവൾ തീർന്നിങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ സൂപ്പർ ഹിറ്റ് കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.